നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു മെറ്റാലിക് സ്ഫിയറിനെ ചാർജിങ് ബൈ കണ്ടക്ഷൻ വഴിയും അതുപോലെ തന്നെ ഇൻഡക്ഷൻ വഴിയും എങ്ങനെയാണ് ചാർജ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് ഈ രണ്ട് ചാർജ്ഡ് ബോഡികൾ തമ്മിലുള്ള ഫോഴ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. രണ്ട് ചാർജ്ഡ് ബോഡികൾ തമ്മിലുള്ള ഫോഴ്സിനെ കൂളംബ് ലോ വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫ്രഞ്ച് സയൻറ്റിസ്റ്റായ കൂളംബാണ് ഈ നിയമം അവതരിപ്പിച്ചത്. കൂളംബ്സ് ലോ പറയുന്നതിന് മുമ്പായി ഒരു എക്സ്പെരിമെൻ്റ് ചെയ്ത് നമുക്ക് ആ ലോയിലേക്ക് കടക്കാം. ഈ മെറ്റാലിക് സ്ഫിയറിനെയും കണ്ടക്ഷൻ വഴി ആദ്യം ചാർജ് ചെയ്യുക. കണ്ടക്ഷൻ വഴി ആകുമ്പോൾ രണ്ടിനും ഒരേ ചാർജാണ് കിട്ടുക. വാൻ ഡെ ഗ്രാഫ് ജനറേറ്ററിന് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഈ രണ്ട് സ്ഫിയറിനും പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഇനി ഒരു ഫിക്സഡ് ഡിസ്റ്റൻസ്, അത് നമുക്ക് 2 സെൻറ്റിമീറ്റർ അകലത്തിൽ വെക്കുന്നു. അപ്പോൾ ഇത് എത്ര റിപ്പൽ ചെയ്തു എന്ന് നമ്മളിവിടെ നോട്ട് ചെയ്യാം. ആ റിപ്പൽഷൻ എത്ര ആംഗിൾ റിപ്പൽ ചെയ്തു എന്നുള്ളത് ഇവർ തമ്മിലുള്ള ഫോഴ്സിന് പ്രൊപ്പോർഷണലായിരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും ചാർജ് ചെയ്യുക. മുന്നത്തെ അതേപോലെ തന്നെ ഈ സ്ഫിയറും ചാർജ് ചെയ്യുന്നു. ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുക. 2 സെൻറ്റിമീറ്റർ പകരം 4 സെൻറ്റിമീറ്റർ ആക്കി വെക്കുക. അപ്പോൾ അത് എത്ര റൊട്ടേറ്റ് ചെയ്തു അത് നോക്കുക. അതിൻ്റെ ആംഗിൾ നോക്കി ഇത് ഫോഴ്സ് കൂടുതലാണോ കുറവാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. മൂന്നാമത്, ഈ കണ്ടക്ഷൻ വഴി ചാർജ് ചെയ്യുന്നു, ഇതും ചാർജ് ചെയ്യുന്നു. ഈ ചാർജിനെ വേറൊരു ന്യൂട്രലായിട്ടുള്ള ചാർജ് വെച്ച് ഇതിനോട് ടച്ച് ചെയ്യുന്നു. അപ്പോൾ ഇതിലുള്ള ചാർജ് ഷെയർ ചെയ്യും. മുന്നുള്ള ചാർജിൻ്റെ പകുതി ചാർജുള്ളൂ ഇതിൽ ഉണ്ടാവുള്ളൂ. വീണ്ടും നമ്മൾ മുന്നേ ചെയ്ത അതേ ഡിസ്റ്റൻസ് 2 സെൻറ്റിമീറ്ററിൽ വെക്കുന്ന സമയത്ത് എത്ര റിപ്പൽ ചെയ്തു എന്ന് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ എത്ര ആംഗിൾ റൊട്ടേറ്റ് ചെയ്തു എന്നുള്ളത്, കൂടുതൽ ആംഗിൾ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കൂടുതലാണ്. ഇവർ തമ്മിലുള്ള റൊട്ടേഷൻ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കുറവാണ്. അതിൽ നിന്ന് ഈ ഫോഴ്സ് ഏതൊക്കെ കാര്യങ്ങൾക്ക് പ്രൊപ്പോർഷനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അത് കഴിഞ്ഞ് ഈ കണ്ടക്ടറിനെ കണ്ടക്ഷൻ വഴി പോസിറ്റീവ് ചാർജ് ചെയ്യുന്നു. ഈ കണ്ടക്ടറിനെ ഇൻഡക്ഷൻ വഴി നെഗറ്റീവ് ചാർജ് ചെയ്ത് ഇവർ തമ്മിൽ വെക്കുന്ന സമയത്ത് റിപ്പൽഷന് പകരം, ഓപ്പോസിറ്റ് ചാർജാണ്, റിപ്പൽഷന് പകരം ഇത് അട്രാക്റ്റ് ചെയ്യും. മുന്നേ ചെയ്ത അതേ എക്സ്പെരിമെൻ്റ് അട്രാക്ഷനിലും നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഇതിൽ നിന്ന് നമുക്ക് രണ്ട് ചാർജഡ് ബോഡികൾ തമ്മിലുള്ള ഫോഴ്സ് ഏതൊക്കെ കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്താം. നമുക്ക് എക്സ്പെരിമെൻറ്റിലേക്ക് കടക്കാം. ഈ മെറ്റൽ സ്ഫിയറിനെ ഞാൻ കണ്ടക്ഷൻ വഴി ചാർജ് ചെയ്തു. ഇതിൽ കിട്ടിയ ചാർജിനെ ഞാൻ വീണ്ടും കണ്ടക്ഷൻ വഴി ഈ മെറ്റാലിക് സ്ഫിയറിന് ചാർജ് കൊടുത്തു. വീണ്ടും ഞാൻ കണ്ടക്ഷൻ വഴി ചാർജ് എടുത്തു. ഈ ചാർജ് എടുത്തതിനെ ഇതിൻ്റെ അടുത്ത് കൊണ്ടുവരുന്ന സമയത്ത് ഇതാ റിപ്പൽ ചെയ്തിരിക്കുകയാണ്. ഏകദേശം ഒരു 50 ഡിഗ്രിയോളം അത് റിപ്പൽ ചെയ്തിട്ടുണ്ട്. ഇനി ഡിസ്ചാർജ് ചെയ്തു. ഇതിലത്തെ ചാർജിനെ ഡിസ്ചാർജ് ചെയ്തു. ഇതിലത്തെ ചാർജിന് ഡിസ്ചാർജ് ചെയ്യുകയാണ്. വീണ്ടും ഞാൻ ഇതിനെ ചാർജ് ചെയ്തു. വീണ്ടും ചാർജ് ചെയ്തു. രണ്ടിനും പോസിറ്റീവ് ചാർജാണ് ലഭിച്ചത്. ഇത് തമ്മിൽ അകലം കുറച്ച് കൂട്ടി വെച്ചപ്പോൾ 30 ഡിഗ്രിയുള്ളൂ അത് റിപ്പൽ ചെയ്തുള്ളൂ. കാരണം ഫോഴ്സിന്റെ അളവ് കുറഞ്ഞു. ഡിസ്റ്റൻസ് കൂട്ടിയപ്പോൾ ഫോഴ്സിന്റെ അളവ് കുറയാണ് ചെയ്തത്. വീണ്ടും ഡിസ്ചാർജ് ചെയ്യാണ്. ചാർജ് ഡിസ്ചാർജായി. വീണ്ടും പഴയ അവസ്ഥയിൽ കൊണ്ടുവന്ന് വെച്ചു. ഇതിനെ ചാർജ് ചെയ്തു. മെറ്റാലിക് സ്ഫിയറിനെയും കണ്ടക്ഷൻ വഴി ചാർജ് ചെയ്തു. ഇനി ഇതിനെ ചാർജ് ചെയ്ത് ഇതിനെ ഷെയർ ചെയ്തു. അപ്പോൾ ഇതിലത്തെ ചാർജിൻ്റെ അളവ് കുറഞ്ഞു. ഇനി ഇത് അടുത്ത് കൊണ്ട് നോക്കുമ്പോൾ വീണ്ടും അത് ഒരു 28 ഡിഗ്രി. മുന്നേ ഇതേ ഡിസ്റ്റൻസിൽ വെച്ചപ്പോൾ നമുക്ക് 50 ഡിഗ്രി വരെ റൊട്ടേറ്റ് ചെയ്തത് ഇപ്പോൾ 30 ഡിഗ്രി വരെയാണ് റൊട്ടേറ്റ് ചെയ്തുള്ളൂ. കാരണം ചാർജിന്റെ അളവ് കുറഞ്ഞത് കൊണ്ട് റൊട്ടേഷന്റെ അളവ് കുറയാണ് ചെയ്തത്. മീൻസ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സിന്റെ, കാരണം റൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. ഇപ്പോൾ റൊട്ടേഷൻ കുറയുകയാണ് ചെയ്തത്. ഇനി ഇത് നമുക്ക് അട്രാക്ഷൻ ആണെങ്കിൽ നമുക്ക് ഇതിനെ കണ്ടക്ഷൻ വഴി ഇതിനെ ചാർജ് ചെയ്തു. ഇനി ഇൻഡക്ഷൻ വഴി ഇതിന് നെഗറ്റീവ് ചാർജ് ചെയ്തു. ഇത് രണ്ടും അടുത്ത് വെക്കുന്ന സമയത്ത് അട്രാക്ഷനാണ് സംഭവിക്കുന്നത്. മുന്നേ ചെയ്ത അതേ എക്സ്പെരിമെന്റുകൾ ഇനി നമുക്ക് അട്രാക്ഷൻ, പോസിറ്റീവും നെഗറ്റീവും തമ്മിലുള്ള ചാർജർ പാർട്ടികൾ തമ്മിലുള്ള അട്രാക്ഷൻ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. നാം ചെയ്ത എക്സ്പെരിമെന്റിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം.
അതായത് രണ്ട് ചാർജ്ഡ് പാർട്ടിക്കിൾ, സ്ഫിയറാണ്, ആ സ്ഫിയറിലാണ് നമ്മൾ ചാർജ് ചെയ്തത്. ആ സ്ഫിയറിൽ ഒന്നാമത്തെ സ്ഫിയറിൽ ചെയ്ത ചാർജിനെ Q1 എന്ന് റെപ്രസെൻ്റ് ചെയ്യാം, രണ്ടാമത്തെ സ്ഫിയറിൽ ചെയ്ത ചാർജിനെ Q2. പോയിന്റ് ചാർജ് എന്നാണ്, പോയിന്റ് ചാർജ് എന്നുള്ളൊരു സാങ്കല്പികമാണ്. അപ്പോൾ അതുകൊണ്ട് സ്ഫിയറിലാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ സ്ഫിയറിൽ ചെയ്ത ചാർജ് ആ സ്ഫിയറിൻ്റെ സെൻട്രലിലെ പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്ന അസംഷനിലാണ് നമ്മുടെ എക്സ്പെരിമെൻറ്റ്. രണ്ട് ചാർജുകൾ Q1 Q2, ഇവർ തമ്മിൽ അകലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഫിയറിൻ്റെ സെൻറ്റർ മുതൽ മറ്റേ സ്ഫിയറിൻ്റെ സെൻറ്റർ വരെ ഇവർ തമ്മിൽ അകലം ഒരു R എന്ന അകലത്തിലാണെന്നിരിക്കും. നമ്മൾ ആദ്യം ചെയ്ത എക്സ്പെരിമെൻറ്റ്, ആദ്യം ഡിസ്റ്റൻസ് കുറച്ചു, എത്രയാണ് ഫോഴ്സ് കിട്ടിയെന്ന് മനസ്സിലാക്കി. അത് കഴിഞ്ഞ് ഡിസ്റ്റൻസ് കൂട്ടുമ്പോൾ ഫോഴ്സ് കുറയാണ് ചെയ്തത്. അതായത് ഡിസ്റ്റൻസ് കൂടുന്തോറും ഫോഴ്സ് കുറയും. തിരിച്ചു പറയുകയാണെങ്കിൽ ഡിസ്റ്റൻസ് കുറയുന്തോറും ഫോഴ്സ് കൂടി വരും. അതായത് ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ്. പക്ഷെ കൂളംബ് ചെയ്ത എക്സ്പെരിമെൻറ്റിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ആണ്. പക്ഷേ എത്രത്തോളമാണ് ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളത് വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. 2 മടങ്ങാണ് ഫോഴ്സ് കൂടുന്നത്, മീൻസ് ഡിസ്റ്റൻസ് കൂടുന്നതെങ്കിൽ 4 മടങ്ങായിട്ടാണ് ഫോഴ്സ് കുറയുന്നത്. 3 മടങ്ങ് ഡിസ്റ്റൻസ് കൂട്ടുന്ന സമയത്ത് 9 മടങ്ങായിട്ടാണ് ഫോഴ്സ് കുറയുന്നത്. 4 മടങ്ങ് ഡിസ്റ്റൻസ് കൂട്ടുമ്പോൾ 16 മടങ്ങായിട്ടാണ് ഫോഴ്സ് കുറയുന്നത്. അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R അല്ല, മറിച്ച് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R². അതുകൊണ്ട് തന്നെ ഈ നിയമത്തെ കൂളംബ്സ് ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് കൂടി പറയാറുണ്ട്. ഇനി എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്മൾ ചെയ്ത് കണ്ടു, ചാർജ് ഒന്ന് ഡിസ്റ്റൻസ് വ്യത്യാസപ്പെടുത്തി നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ചെയ്തത് ചാർജിൻ്റെ അളവ് കുറച്ചുകൊണ്ടായിരുന്നു. ചാർജിൻ്റെ അളവ് കുറയുമ്പോൾ ഫോഴ്സ് കുറയുന്നതായിട്ട് നമ്മൾ കണ്ടു. തിരിച്ച് ചാർജിൻ്റെ അളവ് കൂട്ടുകയാണെങ്കിൽ ഫോഴ്സ് കൂട്ടും. അതായത് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സ്ഫിയറിലാണ് ചാർജ് ചെയ്തത്. ഈ സ്ഫിയറിൻ്റെ ചാർജ് കൂടിയാലും ഫോഴ്സ് കൂടും, ഈ സ്ഫിയറിൻ്റെ ചാർജ് കൂടിയാലും ഫോഴ്സ് കൂടും. അപ്പോൾ 2 ചാർജ്ഡ് ബോഡികളുടെയും ചാർജിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അതായത് ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു ഒന്നാമത്തെ ബോഡിയുടെ ചാർജിന് Q1 എന്നും രണ്ടാമത്തെ ബോഡിയുടെ Q2 എന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രൊപ്പോർഷണൽ ടു Q1, രണ്ടാമത് Q2നും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ഈ 3 കാര്യം കൂടി ഒരുമിച്ച് എഴുതുന്നത് നമുക്കിങ്ങനെ എഴുതാം: ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 ആൻഡ് Q2 ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R². ഇതിനെയാണ് കൂളംബ്സ് ലോ എന്ന് പറയുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ്. 2 സ്റ്റേഷനറി ആയിട്ട്, അതായത് അനങ്ങാതെ ചലിക്കാതെ ഇരിക്കുന്ന 2 ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സിനെയാണ് കൂളംബ്സ് ലോ എന്ന് പറയുന്നത്. ആ കൂളംബ്സ് ലോ പറയുന്നത് ഇത്രയാണ്: അതായത് ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജഡ് പാർട്ടിക്കിൾസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദെയർ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇതിനെയാണ് കൂളംബ്സ് ലോ എന്ന് പറയുന്നത്. ഈ പ്രൊപ്പോർഷണാലിറ്റീസ് മാറ്റി നമുക്കൊരു ഈക്വൽ സൈൻ കൊണ്ടുവരുന്ന സമയത്ത് അവിടെ ഒരു കോൺസ്റ്റൻറ്റിനിടാം. എഫ് ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് Q1 Q2 ഡിവൈഡഡ് ബൈ R². ഈ കോൺസ്റ്റന്റിന്റെ വാല്യൂ 1/4πε0. എഫ് ഇസ് ഈക്വൽ ടു 1/4πε0 എന്നാണ് ഈ കോൺസ്റ്റന്റിന്റെ വാല്യൂ. ബാക്കി അതേപോലെ തന്നെ എഴുതാം: Q1 Q2 ഡിവൈഡഡ് ബൈ R². ഇതിൽ ഈ 4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പൈ അറിയാം, എപ്സിലോണാണ് അറിയാത്തത്. ഈ എപ്സിലോൺ 0 എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി. എപ്സിലോൺ 0 എന്ന് പറയുന്നതിനെ പെർമിറ്റിവിറ്റി എന്ന് വിളിക്കും. 0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ മീഡിയത്തിലും, ഇപ്പോൾ ഈ 2 ചാർജ്ഡ് ബോഡി വെക്കുന്ന മീഡിയം ഏതാണോ ആ മീഡിയത്തിനെ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മളിതിൻ്റെ മുന്നേ കഴിഞ്ഞ വർഷം 1ാം വർഷത്തിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് പറഞ്ഞപ്പോൾ 2 മാസുകൾ വെക്കുന്ന സമയത്ത് അവിടെയും ഇൻവേഴ്സ് സ്ക്വയർ ലോ തന്നെ ആയിരുന്നു. പക്ഷെ ഒരിക്കലും ആ മാസ് ഏത് മീഡിയത്തിലാണ് വെച്ചു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്നില്ല ആ ഫോഴ്സ്. പക്ഷേ
ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആ രണ്ട് ചാർജുകൾ ഏത് മീഡിയത്തിലാണ് ഇരിക്കുന്നത് ആ മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. എയറിലാണെങ്കിൽ ഒരു ഫോഴ്സ് ആയിരിക്കും, അത് വെള്ളത്തിലാണെങ്കിൽ വേറൊരു ഫോഴ്സ് ആയിരിക്കും. ഓരോ മീഡിയം മാറുന്നതിനനുസരിച്ച് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വ്യത്യാസപ്പെടും. ആ മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആ ഒരു പാരാമീറ്ററാണ് എപ്സിലോൺ. ഇപ്പം ഞാൻ ഈ എഴുതിയിരിക്കുന്നത് എപ്സിലോൺ 0 എന്നാണ്. കാരണം ഞാൻ ചെയ്ത എക്സ്പെരിമെൻറ്റ് എയറിൽ അല്ലെങ്കിൽ ഫ്രീ സ്പേസിൽ എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ്. ഫ്രീ സ്പേസിലാണെങ്കിൽ ഈ എപ്സിലോൺ 0ൻ്റെ വാല്യൂ 8.85. ഞാൻ അതിൻ്റെ വാല്യൂ എഴുതാം. എപ്സിലോൺ 0ൻ്റെ വാല്യൂ ഫ്രീ സ്പേസിൽ 8.854 ഇൻറ്റു 10⁻⁻12 എന്നാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 1/4πε0 വാല്യൂ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എഫിൻ്റെ വാല്യൂ F = 9 ഇൻറ്റു 10⁻9 എന്ന് കിട്ടും. 9 ഇൻറ്റു 10⁻9 Q1 Q2 ഡിവൈഡഡ് ബൈ R². ഇതാണ് ഈ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇത്തിരി ന്യൂട്ടൺ ഫോഴ്സ് ആയതുകൊണ്ട് അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ എന്ന് എഴുതും. അപ്പോൾ രണ്ട് ചാർജർ പാർട്ടികൾ Q1ഉം Q2ഉം തമ്മിൽ ഒരു ഫ്രീ സ്പേസിൽ വെക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഫോഴ്സാണ് F = 9 ഇൻറ്റു 10⁻9 Q1 Q2 ഡിവൈഡഡ് ബൈ R². ഇതിൽ നിന്ന് നമുക്ക് ഒരു കൂളംബ് എത്രയാണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതായത് ഇവിടെ വെച്ച് രണ്ട് Q1ഉം Q2ഉം 1 കൂളംബാണെന്ന് ഇരിക്കും. ഒരു 1 കൂളംബ് എപ്പോഴാണ് ആവുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ Q1നും Q2നും നമുക്ക് 1 ഇട്ട് കൊടുക്കാം. ഈ രണ്ട് ചാർജ് വെക്കുന്നത് 1 മീറ്റർ അകലത്തിലാണെന്ന് കരുതുക. അപ്പോൾ എങ്ങനെയായിരിക്കും? കാരണം Q1ഉം Q2 ഒന്നായി, ഡിസ്റ്റൻസ് R എന്ന് പറയുന്നത് 1 മീറ്റർ അകലത്തിൽ വെക്കുന്ന സമയത്ത് R-ന്റെ സ്ഥാനത്ത് നമുക്ക് 1 ഇട്ട് കൊടുക്കാം. അപ്പോൾ എത്രയായിരിക്കും ഫോഴ്സിന്റെ വാല്യൂ? F = 9 ഇൻറ്റു 10⁻9. Q1ഉം Q2ഉം 1 അപ്പോൾ 1 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1². അത്രയും ന്യൂട്ടൺ. കാരണം ഇത് ഒന്നുകളാകുമ്പോൾ എല്ലാം 1. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? F = 9 ഇൻറ്റു 10⁻9 ന്യൂട്ടൺ എന്ന് കിട്ടും. അതായത് രണ്ട് ചാർജുകൾ 1 മീറ്റർ അകലത്തിൽ ഫ്രീ സ്പേസിൽ വെക്കുന്ന സമയത്ത് ഈ രണ്ട് ചാർജുകളും തമ്മിലുള്ള ഫോഴ്സ് 9 ഇൻറ്റു 10⁻9 ന്യൂട്ടൺ ആണ് കിട്ടുന്നതെങ്കിൽ അവിടെ വെച്ച രണ്ട് ചാർജുകളുടെയും അളവ് 1 കൂളംബായിരിക്കും. അങ്ങനെയാണ് 1 കൂളംബിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുക. 1 കൂളംബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചാർജ്, ആ ചാർജ് എങ്ങനെയാണോ 1 മീറ്റർ അകലത്തിൽ ഈ 1 കൂളംബിലെ രണ്ട് ചാർജുകൾ വെക്കുന്ന സമയത്ത് ഇവർ തമ്മിലുള്ള ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് 9 ഇൻറ്റു 10⁻9 ആണ് കിട്ടുന്നതെങ്കിൽ അവിടെ വെച്ച ആ ചാർജ് 1 കൂളംബായിരിക്കും. അപ്പോൾ അത് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാട്ടോ. 1 കൂളം ചാർജ് വെക്കുന്ന സമയത്ത് 9 കഴിഞ്ഞ് എത്ര 0 എണ്ണം? 9 0 എണ്ണം. 1 2 3 4 5 6 7 8 9 ഇത്രയും ന്യൂട്ടണാ. 1 10 100 1000 10,000 ലക്ഷം 10 ലക്ഷം കോടി 10 കോടി 100 കോടി 900 കോടി ന്യൂട്ടണൊക്കെ വരും. അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്കൊരു കമ്പയർ ചെയ്യുമ്പോൾ ഒരു ആനയുടെ തൂക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏകദേശം 4500 കിലോഗ്രാമൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതിനെ ഒരു ആനനെ പൊക്കണമെങ്കിൽ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 4.5 കിലോ എന്ന് പറഞ്ഞു നമ്മൾ. അങ്ങനെയാണെങ്കിൽ ഒരു 45,000 ന്യൂട്ടൺ മതി ഒരു ആനനെ പൊക്കണമെങ്കിൽ. കാരണം M/G അതാണല്ലോ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആനയുടെ മാസ് ഇൻറ്റു 9.8 അപ്രോക്സിമേറ്റ്ലി 10 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് നമുക്ക് അത്ര ന്യൂട്ടൺ കിട്ടും. ഇപ്പോൾ 4500 കിലോഗ്രാം ആണെങ്കിൽ ഏകദേശം നമുക്കൊരു 45,000 ന്യൂട്ടൺ മതി. അപ്പോൾ ഇത്തരം ഫോഴ്സിനെ നമുക്ക് 45,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 2 ലക്ഷത്തിൻ്റെ അടുത്താണ് കിട്ടുക. അതായത് 1 കൂളംബിലെ ചാർജ് 1 മീറ്റർ അകലത്തിൽ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ് ഏകദേശം ഒരു 2 ലക്ഷം ആനകളെ നമുക്ക് ഉയർത്താനുള്ള അത്രയും ഫോഴ്സ് ആയിരിക്കുന്നതാണ്. അതായത് ഒരു കൂളംബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ അളവല്ല, ചാർജിൻ്റെ വലിയ അളവാണ്. ഒരു ബോഡിക്കൊക്കെ 1 കൂളംബ് ചാർജ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R² എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ അതിന് ദിശ ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ
1/4πε0 Q1 Q2 ഡിവൈഡ് ബൈ R സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ മാഗ്നിറ്റ്യൂഡ് ഇത്തിരി അളവിലുള്ള ഫോഴ്സ് Q2 ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് രണ്ടും പോസിറ്റീവ് ചാർജ് ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ Q1 കാരണം Q1 Q2നെ ഇത്തിരി ഫോഴ്സിൽ അങ്ങോട്ട് തള്ളുന്നുണ്ട്. അതുപോലെ Q2 Q1നെ തിരിച്ച് ഇങ്ങോട്ടും തള്ളുന്നുണ്ട്. അതായത് ഈ ഫോഴ്സ് ഇത്രയും മാഗ്നിറ്റ്യൂഡിൽ Q1 Q2നും തള്ളുന്നുണ്ട്, അതേപോലെ തന്നെ Q2 Q1നെ തിരിച്ചിങ്ങോട്ടും തള്ളുന്നുണ്ട്, രണ്ടും പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ. അപ്പം ഞാൻ അത് രണ്ടും പോസിറ്റീവ് ചാർജ് എന്നുള്ള രീതിയിൽ ഞാൻ അതിൻ്റെ വെക്ടർ നൊട്ടേഷൻ കൊടുക്കാം. അതായത് അപ്പോൾ ഫോഴ്സിന് നമുക്ക് എഫ് ഒരു വെക്ടർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു വെക്ടർ ചിഹ്നമിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഏത് ചാർജുമുള്ള ഫോഴ്സ് രണ്ടും ഞാൻ എഴുതാം. ആദ്യം നമുക്ക് Q2 എന്ന് പറഞ്ഞാൽ ചാർജുമുള്ള ഫോഴ്സ് എത്രയാണെന്ന് എഴുതാം. അപ്പോൾ Q2 ഫോഴ്സ് എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഇതിനെന്ത് എഴുതാം? ഫോഴ്സ് ആക്ടിങ് ഓൺ സെക്കൻഡ് ചാർജ്, രണ്ടാമത്തെ ചാർജ്. ആര് കാരണമായിട്ട്? ഒന്നാമത്തെ ചാർജ്. അപ്പം ഇങ്ങനെ എഴുതാം, ഫോഴ്സ് ഓൺ ചാർജ് 2 ബൈ ചാർജ് 1 F21 ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡിൽ വ്യത്യാസമൊന്നുമില്ല, 1/4πε0 Q1 Q2 ഡിവൈഡ് ബൈ R സ്ക്വയർ തന്നെയാണ്. പക്ഷെ അതിന് ഡയറക്ഷൻ ഉണ്ട്. എനിക്കറിയാം ഡയറക്ഷൻ അവിടെ നിന്ന് അങ്ങോട്ടാണ്, റിപ്പൽ ചെയ്യാണ്. റിപ്പൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1, 2 ഈ ഡയറക്ഷൻ. നമ്മൾ സ്ഥലത്തിൻ്റെ ഡയറക്ഷൻ പറയുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നല്ല പറയും. അതേപോലെ ഇപ്പോൾ ഇവിടുന്ന് ഇവിടെ 1 ഇവിടെ 2 അപ്പോൾ ഇങ്ങോട്ടാണ് 1, 2 അങ്ങോട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് നിന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഡയറക്ഷൻ മാത്രം കാണിക്കാൻ നമുക്കൊരു യൂണിറ്റ് വെക്ടർ എഴുതാം. യൂണിറ്റ് വെക്ടർ കൊണ്ട് ഗുണിക്കുമ്പോൾ കാരണം യൂണിറ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1. ഒരിക്കലും മാഗ്നിറ്റ്യൂഡിൽ വ്യത്യാസം ഉണ്ടല്ലോ, പക്ഷേ നമുക്ക് എന്ത് മാത്രം കിട്ടുള്ളൂ? ഡയറക്ഷൻ മാത്രം തരും യൂണിറ്റ് വെക്ടർ. അപ്പോൾ ഇവിടെ എഴുതി കൊടുത്താൽ മതി എവിടുന്ന് അങ്ങോട്ടാണ് വരുന്നത്? 1, 2. അപ്പോൾ നമുക്കിവിടെ 1 to 2. ഇതാണ് ഈ ചാർജ് മെല്ല ഫോഴ്സിനെ വെക്ടർ രൂപത്തിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങോട്ട് ഇതാണ് ഫോഴ്സ് ഓൺ 2/1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഈ രീതിയിലാണ്. തിരിച്ചുണ്ട്, അതായത് ഒന്നാമത്തെ ചാർജിലും ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. ആര് കാരണമായിട്ട്? രണ്ടാമത്തെ ചാർജ് കാരണമായിട്ട്. എങ്ങോട്ടായിരിക്കും? പോസിറ്റീവ് ആണ്. ഇത് ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. അപ്പോൾ ഇങ്ങോട്ടില്ല റിപ്പൽഷൻ. ഇതാണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് തന്നെയാണ്. അത് ഫോഴ്സ് ഓൺ 1/2 ഇങ്ങനെ എഴുതാം ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? മാഗ്നിറ്റ്യൂഡ് സെയിം തന്നെയാണ്, 1/4πε0 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ. മാഗ്നിറ്റ്യൂഡിൽ വ്യത്യാസമല്ല, പക്ഷേ ഡയറക്ഷൻ നമ്മൾ എന്ത് പറയണം? അവിടുന്ന് ഇങ്ങോട്ടാണ്. അവിടുന്ന് ഇങ്ങോട്ട് എന്ന് പറയുമ്പോൾ 2ൻ്റെ അവിടുന്ന് 1ൻ്റെ 2 1 അപ്പോൾ 2 1 എന്ന് പറയുമ്പോൾ നമ്മളിവിടെ യൂണിറ്റ് വെക്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്താ എഴുതേണ്ടത്? അവിടുന്ന് ഇങ്ങോട്ട് എന്ന് പറയുമ്പോൾ 2 1. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതണം? 2 to 1. ഓക്കെ, അപ്പോൾ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷെ എന്ത് മാത്രമേ വ്യത്യാസമുള്ളൂ? ഡയറക്ഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ R12 R21 തമ്മിൽ വ്യത്യാസം ഒന്നങ്ങോട്ടാണ് ഒന്നങ്ങോട്ടാണ്, പരസ്പരം ഓപ്പോസിറ്റാണ്. ഈ രണ്ട് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ പരസ്പരം ഓപ്പോസിറ്റ് ആയിരിക്കും, സെയിം മാഗ്നിറ്റ്യൂഡാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ ന്യൂട്ടൻ്റെ തേർഡ് ലോ ആണ്. കാരണം ഇവിടെ ഒരു ഫോഴ്സ് അങ്ങോട്ട് ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തുല്യവും വിപരീതമായ ഫോഴ്സ് തിരിച്ചിങ്ങോട്ടും കിട്ടും. അത്രയേ ഉള്ളൂ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. ന്യൂട്ടൻ്റെ തേർഡ് ലോ ആണ് ഇവിടെ. ഇങ്ങോട്ടിൽ ഒരു ഫോഴ്സ് അതേ അങ്ങോട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നെങ്കിൽ തിരിച്ച് അതേ മാഗ്നിറ്റ്യൂഡിൽ തിരിച്ച് ഇങ്ങോട്ടൊരു ഫോഴ്സ് ആക്ട്. ഇനി നമുക്ക് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളെ കുറിച്ച് പറയാം. രണ്ടിലധികം ചാർജുകൾ ഉണ്ടെങ്കിലാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിക്കുക. ഉദാഹരണത്തിന് 3 ചാർജുകൾ Q1 Q2 Q3 ഇങ്ങനെ 3 ചാർജുകളുണ്ടെന്ന് കരുതുക. അപ്പോൾ Q1 Q2 തമ്മിലുള്ള അകലത്തിന് നമുക്ക് R12 എന്ന് എഴുതാം. Q1 Q3 തമ്മിലുള്ള അകലത്തിന് നമുക്ക് R13 എന്ന് എഴുതാം. Q2 Q3 തമ്മിലുള്ള അകലത്തിൽ നമുക്ക് R23 എന്ന് എഴുതാം. ഇതിൽ ഏതെങ്കിലും ഒരു ചാർജിൽ ഉണ്ടാവുന്ന ഫോഴ്സ്, ഉദാഹരണത്തിന് ഇതിൽ Q2 എന്ന് പറഞ്ഞാൽ ഈ ചാർജിൽ ഉണ്ടാവുന്ന ഫോഴ്സ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. അതിന് Q1 Q2 ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എല്ലാം പോസിറ്റീവ് ചാർജ് ആണ് തിരിക്കുക. അപ്പോൾ Q1 Q2 റിപ്പൽ ചെയ്യും. ഇതായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? രണ്ടാമത്തെ ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഡ്യൂ ടു ഫസ്റ്റ് ചാർജ് F21 എഴുതാം, ഈ ഡയറക്ഷൻ. അതേപോലെ Q3 ഇത് പോസിറ്റീവ് ചാർജാണ്, Q2 പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ ഇവർ തമ്മിൽ എന്ത് ചെയ്യും? ഇതും റിപ്പൽഷൻ ആയിരിക്കും. അതിന് നമുക്ക് F2 രണ്ടാമത്തെ ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഡ്യൂ ടു 3 എന്ന് എഴുതാം, F23 എന്ന് എഴുതാം. അപ്പോൾ ഒരു ഫോഴ്സും കെട്ടാണ്, ഒരു ഫോഴ്സും കെട്ടാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഫോഴ്സ് എത്രയായിരിക്കും?
രണ്ട് ഫോഴ്സാണല്ലോ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ഫോഴ്സ്, രണ്ടാമത്തെ ചാർജും ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ F21ഉം F23 കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും. ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നേരിട്ട് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആഡ് ചെയ്യരുത്, കാരണം ഇത് രണ്ടും വെക്റ്റർ ക്വാണ്ടിറ്റികളാണ്. അപ്പോൾ എങ്ങനെ ആഡ് ചെയ്യണം? വെക്റ്റർ അഡിഷൻ, പാരലോഗ്രാം ലോ അല്ലെങ്കിൽ ട്രയാങ്കിൾ ഓഫ് വെക്റ്റർ അഡിഷൻ നമ്മൾ ചെയ്ത പോലെ വെക്ടോറിക്കലായിട്ട് ഈ രണ്ട് ഫോഴ്സുകളെയും ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ചാർജിന്മേൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് കിട്ടുക. ഇതിനെയാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിനെ നമുക്ക് പരിചയപ്പെടാം. ഇവിടെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ അലുമിനിയം ഫോയിൽ ഇങ്ങനെ ഒട്ടിച്ചിരിക്കുകയാണ്. ഈ ഒരു അറേഞ്ച്മെൻറ്റ് നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് മോട്ടോർ എന്ന് പറയാം. ഇത് തമ്മിൽ യാതൊരു കണക്ഷനൊന്നുമില്ല. അലുമിനിയം ഫോയിൽ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് പോസിറ്റീവ് ചാർജ് ചെയ്ത പ്ലേറ്റാണ്, ഇത് എർത്ത് ചെയ്ത പ്ലേറ്റാണ്. ഈ രണ്ട് പ്ലേറ്റിൻ്റെയും ഇടയിൽ പോസിറ്റീവ് ചാർജിൻ്റെ അവിടെ നിന്ന് ഒരു കണക്ഷൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതേപോലെ നെഗറ്റീവ് ചാർജിൻ്റെ അവിടെ നിന്നും ഒരു കണക്ഷൻ, ഒരു വയർ ഇങ്ങോട്ട് വരുന്നുണ്ട്. പോസിറ്റീവ് ചാർജ് ഈ വയർ എന്തിനാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അലുമിനിയം ഫോയിലിന് പോസിറ്റീവ് ചാർജ് ലഭിക്കാൻ വേണ്ടി, ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വയർ ഇങ്ങോട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി പോസിറ്റീവ് ചാർജ് ഇതിന് ചെയ്യുമ്പോൾ ഇതിന് പോസിറ്റീവ് ചാർജ് ലഭിക്കും. ഇതിന് ആൾറെഡി പോസിറ്റീവ് ചാർജ് ഉണ്ട്. പോസിറ്റീവ് ചാർജും തമ്മിൽ റിപ്പൽ ചെയ്യും. ഈ റിപ്പൽ ചെയ്ത സാധനം ഇവിടെ എർത്ത് ചെയ്തിരിക്കുക. ഈ എർത്ത് ചെയ്തത് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ അതിനെ അട്രാക്റ്റ് ചെയ്യും. അട്രാക്റ്റ് ചെയ്ത് അതിലത്തെ ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യും. വീണ്ടും അടുത്ത ചാർജ് ഇവിടെ പോസിറ്റീവ് ചാർജ് ചെയ്യും. പോസിറ്റീവ് ചാർജിന് റിപ്പൽ ചെയ്യും. ഈ ഭാഗം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അട്രാക്റ്റ് ചെയ്യും. അങ്ങനെ റിപ്പൽഷനും അട്രാക്ഷനായി ഈ പാത്രം, അലുമിനിയം ഫോയിൽ ഒട്ടിച്ച ഈ പാത്രം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കടന്ന് കറങ്ങും. അത് നമുക്ക് കാണിക്കാം. അപ്പോൾ ഇത് പോസിറ്റീവ് ചാർജ് ചെയ്ത പ്ലേറ്റ്, ഇത് എർത്ത് ചെയ്ത പ്ലേറ്റാണ്. നമുക്ക് ഇതിൻ്റെ കണക്ഷൻ ഒന്ന് കൊടുക്കാം. യെസ്, ഒന്നുകൂടി അട്രാക്ഷൻ നന്നായി കറങ്ങുന്നെങ്കിൽ ഞാനിതൊന്നുകൂടി അടുത്തേക്ക് വെക്കാം.